ഓ, നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിക്ക് വലിയ ഗുണമൊന്നുമില്ല. അദ്ദേഹത്തിന് ആ മന്ത്രിസഭ സംബന്ധമായ അദ്ദേഹത്തിൻ്റെ വകുപ്പ് സംബന്ധമായ കാര്യങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നതിനെ പറ്റി വലിയ കുടിയുള്ളതായിട്ട് തോന്നുന്നില്ല. എൻ്റെ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിൽ നിപ്പ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു. അത് പല ആളുകൾക്കും ന്യായമായ ഭീതി ഉളവാക്കുന്നുണ്ട്. കേരളത്തിലാകമാനം അതൊരു ചിന്ത അല്ലെങ്കിൽ ഒരു ഭയം ജനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ സംക്രമം തടയുന്നത് എങ്ങനെയാണ് എന്ന് അന്വേഷിച്ച് മനസ്സിലാക്കാൻ കേന്ദ്രം ഒരു ടീമിനെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു തകൃതിയിൽ ഈ പാവപ്പെട്ട സംസ്ഥാനം കുരുങ്ങിക്കിടക്കുമ്പോൾ ഈ പ്രശ്നം ഏറ്റവും നിസ്സാരമായി പരിഹരിക്കാൻ സർവ കഴിവുമുള്ളൊരു വ്യക്തി നമ്മുടെ മധ്യത്തിലുണ്ട് എന്നും അദ്ദേഹത്തിന് ഈ മേഖലയിൽ വലിയ അനുഭവ സമ്പത്തും പാഠവുമുണ്ട് എന്ന് തിരിച്ചറിയാൻ കേരളത്തിലെ ആരോഗ്യമന്ത്രിക്ക് കഴിവില്ല എങ്കിൽ പിന്നെ അദ്ദേഹം അവിടെ ഇരുന്നിട്ട് വല്ല കാര്യമുണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. യാതൊരു ചെലവുമില്ലാതെ, 2 കാശ് ചെലവില്ലാതെ ഈ വലിയ പ്രശ്നത്തെ ഒറ്റ നിമിഷം കൊണ്ട് കൂടിപ്പോയാൽ 5 മിനിറ്റ് കൊണ്ട് പരിപൂർണമായി ഒതുക്കി തീർക്കാനുള്ള കഴിവുള്ളൊരു വ്യക്തി നമ്മുടെ മധ്യത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹായം തേടാതെ അനാവശ്യമായിട്ട് കേന്ദ്രത്തിൽ നിന്ന് ടീം വരുന്നു, ഇവിടെയുള്ള ആളുകൾ ശ്രമിക്കുന്നു, അതിന് പലവിധമായ സർവൈലൻസ് ടീം ഉണ്ടാക്കുന്നു, ഇല്ലാത്ത സർക്കാരിൻ്റെ സ്വത്തെല്ലാം അങ്ങോട്ട് പോകുന്നു. വല്ല ആവശ്യമുണ്ടോ? ആ പോട്ടോ വരെ ഒന്ന് പോയി നായിക്കാമ്പറമ്പിൽ അച്ഛനെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഇത് അദ്ദേഹത്തിൻ്റെ കുപ്പിയിൽ അന്നേ ഇറക്കി ഈ നിപ്പയുടെ കഥ കഴിച്ചേനെ. ഇത് അദ്ദേഹം മുമ്പ് ചെയ്ത് തെളിയിച്ചിട്ടുള്ളതാണ്. ആദ്യമായിട്ട് കേരളത്തിൽ നിപ്പ ബാധിച്ച ആളുകൾ കഷ്ടപ്പെട്ടപ്പോൾ ഈ സംസ്ഥാനമാകമാനം അതിൻ്റെ ഭീതിയിൽ അമർന്നപ്പോൾ ആരാണ് ഈ സംസ്ഥാനത്തെ പൂർണ്ണമായി വെടിവെച്ചത്? നിങ്ങൾ ഓർമ്മ നശിച്ചവരാണോ? നിങ്ങൾ മറന്നുപോയോ? നായക്കമ്പറമ്പ് അച്ഛനും 3 പേരും വേറെ 3 അച്ഛന്മാരും കൂടെ ചേർന്ന് അന്ന് ക്യാമറയുടെ മുമ്പിൽ നിന്ന് സത്യസന്ധമായി പറഞ്ഞതല്ലേ, അദ്ദേഹം നിപ്പ വൈറസിനെ മുഴുവനും ഈ ദിവ്യബലിയുടെ കുപ്പിക്കകത്താക്കി അതിനെ എന്നേക്കുമായി ഇവിടെ നിന്ന് പറഞ്ഞയച്ചു. പക്ഷെ പറ്റിയതെന്താന്ന് ചോദിച്ചാൽ ആ കുപ്പി എങ്ങനെയോ പൊട്ടിപ്പോയി. അങ്ങനെ കുപ്പിയിലാക്കിയ നിപ്പ വൈറസ് അവിടുന്ന് ചാടി വീണ്ടും വന്നിരിക്കുന്നു. അങ്ങനെ വന്നോട്ടെ, അത് വൈറസിൻ്റെ ഒരു സ്വഭാവമാണ്, അല്ലെ സ്വഭാവ ദൂഷ്യമാണ്. നമുക്ക് വൈറസിനെ അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല. എന്നാൽ ഞാൻ കുറ്റം പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഇങ്ങനെ ഒരു വിദഗ്ധൻ നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവ് വേണ്ടതുപോലെ സംസ്ഥാനത്തിന് ആശ്വാസമായി പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത ഒരാൾ എങ്ങനെയാണ് ആ കസേരയിലിരുന്ന് ഈ സംസ്ഥാനത്തോട് നീതി പാലിക്കും? അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി മുരളിയോട് എനിക്ക് പറയാനുള്ളത്, താങ്കൾ ദയവായി എത്രയും പെട്ടെന്ന് പോട്ടയിൽ പോയി മാണിക്യപ്പറമ്പിൽ അച്ഛനെ കണ്ട് അദ്ദേഹത്തിൻ്റെ വിദഗ്ധ സഹായം ഈ കാര്യത്തിൽ തേടണം. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന അഭിഷേകം ഓരോരോ രോഗത്തിന് പ്രത്യേകം ഗുണം ചെയ്യുന്നതാണ്. ഇപ്പോൾ COVID-19 വന്നപ്പോൾ ഒരു പെന്തക്കോസ്ത് പാസ്റ്റർ നടത്തിയ ധീരസാഹസികമായ ഒരു ഇടപെടൽ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം കേരളത്തിൽ നിന്നുകൊണ്ട്, അതും 2 കാലിൽ നിന്നുകൊണ്ട്, ഒറ്റക്കാലിലാണ് നമുക്ക് മനസ്സിലാക്കാം, 2 കാലിൽ നിന്നുകൊണ്ട് ഇവിടെ നിന്ന് കുവൈറ്റിലോട്ട് തീ അയച്ചു. എന്തിനു തീ അയച്ചു? കുവൈറ്റിൽ പടർന്നു പിടിച്ചിരിക്കുന്ന COVID-19 അണുക്കളെ മുഴുവനും കത്തിച്ച് കളയുന്നതിന് വേണ്ടി. അദ്ദേഹം ഇവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ തീ വിട്ടത് ഒരു മാർച്ച് മാസം 7-ാം തീയതിയാണ്. മാർച്ച് മാസം 21-ാം തീയതിയോടെ കുവൈറ്റിൽ നിന്ന് COVID-19 അണു 100% മാറിപ്പോകും, കരിഞ്ഞില്ലാതാകും എന്ന് അദ്ദേഹം പ്രവചിക്കുകയും ചെയ്ത് നമ്മുടെ ഓർമ്മയിൽ ഇന്നും ഒരു വലിയ ആശ്വാസത്തിൻ്റെ നിദാനമായി സ്ഥിതി ചെയ്യുന്നതാണ്. അതങ്ങനെ സംഭവിച്ചില്ലെന്നൊന്നും നമ്മൾ ചോദിക്കേണ്ട.
പറ്റിയത് മറ്റൊന്നുമല്ല, അദ്ദേഹം ഇവിടുന്ന് തീ വിട്ടു. തീ ഇവിടുന്ന് പറന്ന് അറബിക്കടലിൻ്റെ പകുതി വഴിയായപ്പോൾ മഴ പെയ്തു. ആ തീ അങ്ങനെ കെട്ടുപോയി. അതുകൊണ്ട് കുവൈറ്റിൽ വേണ്ട ഗുണമൊന്നും ഉണ്ടായില്ല. കുവൈറ്റുകാരും നന്നായി അനുഭവിച്ചു. അതുകൊണ്ട് ഈ പെന്തക്കോസ്ത് പാസ്റ്ററുടെ കയ്യിലിരിക്കുന്ന ഈ ട്രിക്കിന് എന്തെങ്കിലും ബലഹീനതയുണ്ടെന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. അദ്ദേഹം തീ അയച്ചു എന്ന് അദ്ദേഹം പറയുന്നു, തീ അയച്ചില്ല എന്ന് പറയാൻ എന്നെ കൊണ്ടുപോയി. പക്ഷേ തീ അവിടെ ചെന്നില്ല എന്ന് പറയാൻ കാരണം അവിടെ അതുകൊണ്ട് കാര്യമായ ഗുണമൊന്നും ഉണ്ടായില്ല. മാർച്ച് മാസം 21 എല്ലാം അവസാനിച്ചില്ല. പിന്നെ അടുത്ത 2 വർഷം കൂടെ ആളുകൾ കഷ്ടം സഹിച്ചു. എന്നാൽ ഈ നായിക്കപ്പറമ്പിൽ അച്ഛൻ അങ്ങനെയല്ല. അദ്ദേഹം കുപ്പിയിൽ ഇറക്കിയെന്ന് പറഞ്ഞാൽ ഇറക്കിയതാണ്. പിന്നെ ആ കുപ്പിയിൽ നിന്ന് ഇറങ്ങി വരണേ കുപ്പി പൊട്ടണം. അങ്ങനെ പൊട്ടിപ്പോയി. തൽഫലമായി വീണ്ടും നിപ്പ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒരിക്കൽ ഒരു വൈറസിനെ കുപ്പിയിൽ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം കുപ്പിയിൽ ഇറക്കത്തില്ല. എൻ്റെ മർമ്മം എന്താണ്? അത് പഴയ നിയമത്തിൽ എവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പുള്ളി പറയുന്നത്. നമുക്കതറിയില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ സ്വമേധയായി വന്ന് കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലായി ഈ ഓണക്കാലത്ത് മാവേലി വരുന്നത് പോലെ സമയമാകുമ്പോൾ നിപ്പ വൈറസ് കേരളത്തിൽ സന്ദർശിക്കാൻ വരും. അപ്പോൾ ആ വരുന്ന സമയത്തൊക്കെ ഇതിനെ വേണ്ടതുപോലെ നിയന്ത്രിക്കാൻ തക്കവണ്ണം നായിക്കപ്പറമ്പിൽ അച്ഛൻ ശ്രമിക്കാത്തതിൻ്റെ കാര്യം, ഏതൊരു അണുവിനെയാണോ ഒരിക്കൽ താൻ കുപ്പിയിൽ ഇറക്കിയത്, അതേ അണുവിനെ തന്നെ വീണ്ടും വീണ്ടും കുപ്പിയിൽ ഇറക്കുന്നത് നാണക്കേടാണ്. എന്നാലും ഒരു മന്ത്രി ഇടപെട്ട് അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ച് പ്രകാരം സംസ്ഥാനത്തുള്ള ജനങ്ങളോട് കരുണ കാണിക്കണം, വീണ്ടും ഈ നിപ്പ വൈറസിനെ കുപ്പിയിൽ ഇറക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് തള്ളിക്കളയുകയില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് പ്രത്യാശയാണ്. അതിന് ഉപോത്ബലകമായ എന്തെങ്കിലും റെക്കോർഡുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ ഒന്നുമില്ലാത്തവനാണ് ഈ ഉള്ളവൻ. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഞാൻ പറയുന്നത്, ഈ കേരള സംസ്ഥാനം സാമ്പത്തികമായി ഇത്രയും തകർച്ചയിലായിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കൂടുതൽ പണം ചെലവാക്കാതെ, 1 രൂപ പോലും ചെലവില്ലാതെ ഈ വലിയ പ്രശ്നത്തെ പരിഹരിക്കാൻ സാധിക്കുമെങ്കിൽ ആ വഴി എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്നത് എനിക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഒരു പക്ഷേ മന്ത്രി മുരളി വിചാരിക്കും, ഞാൻ എങ്ങനെയാണ് ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ്റെ അടുത്ത് പോയൊരു ഒരപേക്ഷ അർപ്പിക്കുന്നത്, അത് എനിക്ക് എൻ്റെ കസേരയുടെ വലിപ്പം അല്ലെങ്കിൽ ഗരിമ തരം താഴ്ത്തി കളയുമോ എന്ന ചിന്തയാണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ എനിക്ക് അദ്ദേഹത്തോട് ആകെപ്പാടെ പറയാനുള്ളത്, ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ദുരഭിമാനം പാടില്ല, അല്പം പോലും പാടില്ല. ഒരു സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവൻ അപകടത്തിലാകുന്ന സാഹചര്യത്തിൽ അവരെ ഈ ഭീകരമായ അണുവിൽ നിന്ന് സംരക്ഷിക്കാൻ നിസ്സാരമായ മാർഗം സുലഭമായി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ സ്ഥിതി ചെയ്യുമ്പോൾ അതിനെ ഈ ജനതയുടെ ആശ്വാസത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ആരോഗ്യ വകുപ്പ് കൂട്ടാക്കുന്നില്ലെങ്കിൽ അത് ആ വകുപ്പിനെ കാടടച്ച് അപമാനിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ദയവായി എൻ്റെ ഈ അഭ്യർത്ഥന കേൾക്കുന്ന നിമിഷം തന്നെ അല്പം പോലും താമസം വരുത്താതെ ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ് കാറിലോ അല്ലെങ്കിൽ ഒരു ടാക്സി എടുത്തോ പോയി പോർട്ടയിൽ തന്നെ പോയി ഈ നിപ്പ വൈറസിൻ്റെ വിദഗ്ധനായ നായിക്കമ്പറമ്പിൽ അച്ഛനെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ പഴയ കുപ്പിയെപ്പോലൊരു കുപ്പി, ആ കുപ്പി പൊട്ടിപ്പോയെന്ന് പറഞ്ഞല്ലോ, അതുപോലെ വേറെ പല കുപ്പികളും പുള്ളിയിലുണ്ട്, അതിലൊന്ന് എടുത്ത് ഈ നിപ്പ വൈറസിനെ മുഴുവനും അതിലാക്കി ഈ സംസ്ഥാനത്തെ ജനങ്ങളെ ഈ അങ്കലാപ്പിൽ നിന്ന് രക്ഷിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട്, അങ്ങനെ ആ ലക്ഷ്യത്തോടുകൂടെ തന്നെ കാണാൻ വരുന്ന മന്ത്രിയോട് ബഹുമാനപ്പെട്ട നായിക്കമ്പറമ്പിൽ അച്ഛൻ സഹകരിക്കണമെന്ന് മുട്ടുമേൽ നിന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഉള്ളവൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നായിക്കമ്പറമ്പിൽ അച്ഛൻ ദീർഘനാൾ വാഴട്ടെ. നായിക്കമ്പറമ്പിൽ അച്ഛന് കീ ജയ്.